കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് ഒരുങ്ങുകയാണ്. 14 ജില്ലകളിലായി 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. 3 മുന്നണികൾ ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാനായി രംഗത്തിറങ്ങുകയാണ്. UDF-ഉം LDF-ഉം NDA-യും തങ്ങളുടേതായ മേധാവിത്വം നിലനിർത്താനായിട്ടും അത് കാണിക്കാനുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ ജില്ലയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ഏത് മുന്നണിയെ തുണയ്ക്കും എന്നുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ഇന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ജില്ലയാണ്, മലയോര ജില്ലയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ ശക്തമായ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ്. അവിടെ 5 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. വയനാട്ടിൽ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് പത്തനംതിട്ടയും പിന്നീട് ഇടുക്കിയുമാണ്. ഇവിടെ 2 ഇടങ്ങളിലും 5 നിയമസഭാ മണ്ഡലങ്ങൾ വീതമാണുള്ളത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിൽ ആറന്മുള, റാന്നി, കോന്നി, തിരുവല്ല, അടൂർ എന്നിങ്ങനെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ ഈ 5-ൽ 5ഉം വിജയിച്ചത് LDF ആണ്. അതിൽ അടൂരും റാന്നി എന്നീ 2 മണ്ഡലങ്ങളിൽ അവരുടെ ഭൂരിപക്ഷം തുച്ഛമായിരുന്നു. റാന്നിയിൽ ഏതാണ്ട് 1280 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് LDF-ന് ഉണ്ടായിരുന്നത്. അടൂരേക്ക് വരുമ്പോൾ അത് 2919 അവിടെ ശക്തമായ ഒരു പോരാട്ടമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അന്തരിച്ച MG കണ്ണൻ നടത്തിയത്. മറ്റു 3 മണ്ഡലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആറന്മുള, കോന്നി, ഒപ്പം തന്നെ തിരുവല്ല, ഈ 3 മണ്ഡലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവിടെ LDF-ന് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ മണ്ഡലം അത് ആറന്മുളയാണ്. നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമാണ്. തുടർച്ചയായ 2ാം തവണയാണ് വീണ ജോർജ് കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 19,000 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷമാണ് വീണ ജോർജിന് ലഭിച്ചത്. പിന്നീട് കോന്നിയിലും ഏതാണ്ട് 7,000 വോട്ടുകളുടെ ഭൂരിപക്ഷം LDF-ന് ലഭിച്ചിട്ടുണ്ട്. തിരുവല്ലയിലും സമാനമായ രീതിയിൽ മികച്ച ഒരു ഭൂരിപക്ഷം, 10,000-നടുത്ത് ഭൂരിപക്ഷം തിരുവല്ലയിലും LDF-ന് ലഭിച്ചു. അങ്ങനെ LDF തരംഗം ആഞ്ഞു വീശിയപ്പോൾ അതിന് ഒപ്പം നിന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. മാത്രവുമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുകൊണ്ട് പുറത്തു പോകുന്നതും LDF-നൊപ്പം ചേരുന്നതും. അതും ഒരു പരിധിവരെ അന്നത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2016 ആകെയുള്ള 5-ൽ 4 സീറ്റുകളും വിജയിക്കാൻ LDF-ന് കഴിഞ്ഞു. UDF-ന് ജയിക്കാനായത് കോന്നി നിയമസഭാ മണ്ഡലം മാത്രമാണ്. അന്ന് അവിടെ അടൂർ പ്രകാശ് ആയിരുന്നു MLA ആയിട്ട് വന്നത്. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതോടുകൂടി അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയും ഉപതെരഞ്ഞെടുപ്പിൽ LDF ആ സീറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ 2016-ലും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ LDF-ന് അനുകൂലമായ അല്ലെങ്കിൽ LDF-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ലയായിട്ടാണ് നമുക്ക് പത്തനംതിട്ടയെ വിലയിരുത്താൻ കഴിയുക. എന്നാൽ അതിനുശേഷം നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അതിന് അടുത്ത 2 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാലും LDF-ന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ട 2 തെരഞ്ഞെടുപ്പുകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF-ന്റെ ആന്റോ ആന്റണി MP ഉജ്ജ്വല ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ വിജയിച്ചത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേണായിട്ട് നമുക്ക് വിലയിരുത്തിയാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ LDF-ന് അവിടെ അത്ര പന്തിയല്ല കാര്യങ്ങൾ എന്നത് കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഫലം അത് നോക്കുമ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDF ആണ് മേധാവിത്വം നേടിയിരിക്കുന്നത്. UDF-നാണ് അവിടെ ലീഡ് ഉള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലേക്ക് വരുമ്പോഴും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-നൊപ്പം ചേർന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. അത്തവണ UDF-ന് കനത്ത തിരിച്ചടിയാണ് ആ ജില്ലയിൽ ഉണ്ടായിരുന്നത്. പരമ്പരാഗതമായിട്ട് UDF-ന് അനുകൂലമായി ചിന്തിക്കുന്ന, UDF-ന് അനുകൂലമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. എന്നാൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്ന ഒരു കാഴ്ച കണ്ടു. UDF-ന് അടിപതറുന്ന ഒരു കാഴ്ചയാണ് അന്ന് ഉണ്ടായത്. ആകെയുള്ള 53 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 20 മാത്രമാണ് 2020 UDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. LDF 25 പഞ്ചായത്തുകൾ ജയിച്ചു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7
LDF ജയിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് LDF പിടിച്ചെടുത്തു. ഒപ്പം തന്നെ 4 മുനിസിപ്പാലിറ്റികളുള്ളതിൽ 2 LDF പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൽ ഏതാണ്ട് 16 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത് 2020. അതിൽ ഏതാണ്ട് 12 നേടിക്കൊണ്ടാണ് LDF പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന്റെ UDFന്റെ കുത്തകയായിരുന്ന ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ വലിയ തിരിച്ചടി നേരിട്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. എന്നാൽ 2025 വരുമ്പോൾ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനൊപ്പം നിന്നിട്ടുകൂടി അവിടെ UDFന്റെ ഒരു വലിയ തേരോട്ടമാണ് കാണാൻ കഴിഞ്ഞത്. ആകെയുള്ള 53 പഞ്ചായത്തുകളിൽ 34 പഞ്ചായത്തുകളാണ് UDF ഇത്തവണ പിടിച്ചെടുത്തത്. അതായത് കഴിഞ്ഞ 2020 20 പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും 14 പഞ്ചായത്തുകൾ കൂടി അധികമായിട്ട് പിടിച്ചെടുക്കാൻ UDFന് സാധിച്ചു. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതിൽ 7 ഇത്തവണ UDF വിജയിച്ചു, 1 മാത്രമാണ് LDFന് ജയിച്ചത്. അതായത് 2020 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നില എങ്ങനായിരുന്നു? LDF 7 ആയിരുന്നുവെങ്കിൽ അത് UDF 7 എന്നുള്ള നിലയിലേക്ക് മാറി. വലിയ രീതിയിൽ റിസൾട്ട് മാറി മറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ വലിയൊരു തേരോട്ടമാണ് ഉണ്ടായത്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെയും UDF തങ്ങളുടെ മേധാവിത്വം നിലനിർത്തി. ഇത്തവണ ഈ വാർഡ് പുനർവിഭജനത്തിന് ശേഷം 17 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായത്. ആ 17-ൽ 12 UDF ജയിച്ചു, 5 മാത്രമാണ് LDFന് ജയിക്കാൻ കഴിഞ്ഞത്. മുനിസിപ്പാലിറ്റികൾ 4, അതിൽ 3 UDF നേടി. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വിജയമാണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായത് എന്നത് മാത്രമല്ല, LDF തകർന്നതിനോടൊപ്പം അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടി ആ ജില്ലയിൽ ഉണ്ടായി എന്നതാണ്. അവർക്ക് താരതമ്യേന വലിയൊരു വോട്ടുള്ള ഒരു ജില്ലയാണ്, അവർക്ക് സ്വാധീനമുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിപതറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നൽകിയ ആത്മവിശ്വാസവുമായിട്ടാണ് UDF ഇത്തവണ രംഗത്തിറങ്ങുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭകളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് മികച്ച ഭൂരിപക്ഷമാണ് നേടിയിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് ഈ പറയുന്ന ജില്ലയിലെ ഏക മന്ത്രി കൂടിയായ വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുളയിൽ 2021 വീണ ജോർജ് 19,000 വോട്ടുകൾക്ക് ജയിച്ച ആറന്മുളയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ UDF ആ മണ്ഡലത്തിൽ ഏതാണ്ട് 13,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ തിരുവല്ലയിൽ കഴിഞ്ഞ 2021 ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. മാത്യു ടി തോമസ് ആണ് അവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ജനതാദളിന്റെ സീറ്റാണ്. അവിടെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ UDFന് ഏതാണ്ട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഒപ്പം തന്നെ റാന്നിയിൽ മികച്ച ഭൂരിപക്ഷം നേടാൻ UDFന് സാധിക്കുന്നു. കോന്നി മണ്ഡലത്തിൽ UDFന് ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ അടൂരിലും ഈ പറയുന്ന അടൂർ എന്ന് പറയുന്നത് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഉൾപ്പെടെ UDFന് ലീഡ് നേടാൻ കഴിയുന്ന വിധത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് UDF മുന്നോട്ട് പോകുന്നത്. LDFനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടെ ഉണ്ടായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത്തരത്തിൽ ഉണ്ടായത് അവർക്ക് അത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ വരുന്ന അവിടുത്തെ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാഭാവികമായിട്ടും സ്വാധീനം ചെലുത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. നമുക്കറിയാം, ലോകത്തെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ കേട്ടുകളിവില്ലാത്ത തരത്തിലുള്ള ഒരു മോഷണമാണ് നടന്നത്. LDFന്റെ നേതൃത്വത്തിൽ അവിടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് അത്തരത്തിൽ വലിയൊരു സ്വർണ്ണക്കൊള്ള ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ നടന്നത്. അത് വലിയ രീതിയിൽ അവിടെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. കാരണം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള CPMന്റെ പ്രമുഖ നേതാവ് മുൻ ആറന്മുള MLA ആയിരുന്ന A. പത്മകുമാറാണ് ഈ കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുന്നത്. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ല. അതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ട്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം പത്തനംതിട്ട CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിനെതിരെ കുറ്റം എന്തെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് CPM ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ CPMന്റെ സഹയാത്രികനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ടിരുന്ന N. വാസു, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മീഷണർ പദവികളിലൊക്കെ ഇരുന്നയാളാണ്. അത്തരത്തിൽ 3 സഖാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. CPMന്റെ CPIയുടെ ഒരു സഖാവും ജയിലിൽ കിടപ്പുണ്ട്. അത്തരത്തിൽ സഖാക്കന്മാർ ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ ഉണ്ടായത് എന്ന് ഇതിനോടകം വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും
ചർച്ചയാക്കപ്പെടും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഇതുവരെയും കുറ്റപത്രം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓരോ പ്രതികളായിട്ട് ഇങ്ങനെ ജയിലിന് പുറത്തേക്ക് സ്വാഭാവിക ജാമ്യം നേടി പോവുകയാണ്. ഒപ്പം തന്നെ ഈ വിഷയത്തില് സംശയ നിഴലിലുള്ള മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുള്ളവരെ ചോദ്യം ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളുന്നില്ല. അത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടലുണ്ട് എന്നൊരു വിമർശനമാണ് UDF നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു, അതിന് പിന്നിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന വിമർശനം അവർ ഉന്നയിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പറയുന്ന പോലെ കടകംപള്ളി സുരേന്ദ്രനെ ഒക്കെ തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് CPM-ന് വലിയ ക്ഷീണമുണ്ടാക്കും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്. അവർക്കൊരു കുറ്റപത്രം പോലും നൽകാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പത്മകുമാർ ഉൾപ്പെടെ N വാസു, N വിജയകുമാർ ഉൾപ്പെടെയുള്ളവര് പുറത്തിറങ്ങാൻ തക്കവണ്ണം ഈ കുറ്റപത്രം നൽകുന്നത് സമർപ്പിക്കുന്നത് വൈകിക്കുക എന്ന ഒരു ഗൂഢ ലക്ഷ്യം ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് UDF-ന്റെ തീരുമാനം. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-ന് പത്തനംതിട്ട ജില്ലയിൽ കാര്യമായ ഒരു പ്രതീക്ഷ വേണ്ട എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ചുരുങ്ങിയതൊരു 4 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും LDF-ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. UDF അവിടെ മികച്ച ഒരു വിജയത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകുമെന്ന കാര്യത്തിൽ സംശയമല്ല. ഒരുപക്ഷെ 5 സീറ്റുകളും വിജയിച്ചാലും അത്ഭുതപ്പെടാൻ ഇല്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം പത്തനംതിട്ടയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.